നമസ്കാരം. ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. 4 മീറ്റർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി, അതായത് 4 മീറ്ററിന് മുകളിലേക്ക് ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ടാക്സ് സ്ലാബിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മിക്കവാറും എല്ലാ വാഹന നിർമ്മാതാക്കളും വാഹനത്തിൻ്റെ ലെങ്ത്ത് 4 മീറ്ററിന് താഴത്തേക്ക് കൊണ്ടു നിർത്തുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് 3998 മില്ലിമീറ്റർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു 2 മില്ലിമീറ്ററിൻ്റെ ഡിഫറൻസിലൊക്കെയാണ് ഈ വാഹനത്തിന് ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നത്. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ വീഡിയോസിലും ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹന നിർമ്മാതാക്കൾ അനുഭവിക്കുന്ന ഒരു ക്രൈസിസാണ് ഇത്തരത്തിലുള്ള, അത് മാറ്റേണ്ടതാണ്. ഈ ഒരു ടാക്സ് സ്ലാബ് തന്നെ മാറ്റേണ്ട കാലം കഴിഞ്ഞു എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. കാരണം കാലം മാറുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ചേഞ്ചുകളൊക്കെ ഈ ഒരു കാര്യത്തിലും വരണം. ഈ 4 മീറ്ററിന് താഴത്തേക്ക് ലെങ്ത്ത് കൊണ്ടുവന്ന് ടാക്സ് ബെനിഫിറ്റ് നേടാൻ വേണ്ടിയിട്ടാണ് കോമ്പാക്റ്റ് സെഡാൻ അല്ലെങ്കിൽ കോമ്പാക്റ്റ് SUV എന്നൊക്കെ പറയുന്ന കാറ്റഗറി ഇന്ത്യയിൽ കൊണ്ടുവന്നത്. കോമ്പാക്റ്റ് സെഡാൻ കൊണ്ടുവന്നത് ഇൻഡിഗോ CS എന്ന് പറയുന്ന വാഹനമാണ്. CS എന്ന് പറഞ്ഞാൽ കോമ്പാക്റ്റ് സെഡാൻ എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അതിനുശേഷം ഡിസയർ ആ ഒരു സെഗ്മെൻറ്റ് ഏറ്റെടുത്തു. എന്നാൽ 2012 ഫോർഡ് ഇന്ത്യ ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ അവതരിപ്പിച്ചു. അത് ഇക്കോസ്പോർട്ടിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. 4 മീറ്ററിന് താഴത്തേക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും അതിൻ്റെ സ്പെയർ വീലും കൂടെ വരുമ്പോഴത്തേക്കും 4 മീറ്ററിന് മുകളിലേക്ക് പോകുമല്ലോ എന്നുള്ളത്. സ്പെയർ വീല് ആ ഒരു ലെങ്ത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വാഹനം ബ്രസീലിലൊക്കെ നല്ല രീതിക്ക് വിറ്റുകൊണ്ടിരുന്ന ഒരു വാഹനമാണ്. ഇന്ത്യയിൽ ലഭിച്ച ഇക്കോസ്പോർട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് ജനറേഷൻ ആയിരുന്നു. 2003 മുതൽ 2012 വരെയുള്ള ഫസ്റ്റ് ജനറേഷൻ ബ്രസീലിലൊക്കെ നല്ല രീതിക്ക് സെയിലായിക്കൊണ്ടിരുന്ന ഒരു വാഹനമാണ്. ഇന്ത്യയിൽ ഈ ഒരു വാഹനം 4 മീറ്ററിന് താഴത്തേക്ക് വന്ന ഒരു കോമ്പാക്റ്റ് SUV വാഹനമാണ്. മികച്ച സ്റ്റൈലിംഗ് ഉണ്ടായിരുന്നു, ഹാൻഡ്ലിംഗ് ഉണ്ടായിരുന്നു, അത്തരത്തിലുള്ളൊരു വാഹനമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എല്ലാവരും മറന്നെങ്കിലും എന്നാൽ അത് വാങ്ങണം എന്നാഗ്രഹിക്കുന്ന ചില ആളുകളുണ്ടായിരിക്കും. വളരെ നല്ലൊരു വാഹനമായിരുന്നു. പിടിപ്പുകേട് എന്നൊക്കെ തന്നെ പറയാം. ഫോർഡിൻ്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ് ഫോർഡ് ഇന്ത്യ വിട്ടു പോയത്. മികച്ച വാഹനങ്ങൾ ഉണ്ടാക്കി മാരുതിയെ ചേസ് ചെയ്ത് ആവശ്യമില്ലാത്ത കുറേ ഫെസിലിറ്റിയുള്ള ഗുജറാത്തിലെ സനദിലെ ഹുറൈക്കൻ എന്നൊക്കെ പറയുന്ന കൊടുങ്കാറ്റിനെ ചെറുക്കാനുള്ള വലിയൊരു പ്ലാന്റൊക്കെ അവിടെ ഉണ്ടാക്കി. അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർഡിൻ്റെ ഭാഗത്ത് സംഭവിച്ച ഏറ്റവും വലിയ വീഴ്ചകളിൽ ഒന്നാണ്. ഇന്ത്യൻ ജിയോഗ്രഫി മനസ്സിലാക്കി ഇന്ത്യയിൽ അത്തരം സാഹചര്യങ്ങളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. എന്നാൽ നമുക്ക് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടം എന്ന് പറയുന്നത് വളരെ മികച്ച കുറച്ച് വാഹനങ്ങൾ ഇന്ത്യയിൽ നിന്നും അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. അതിലൊന്ന് ഫോർഡ് ഇക്കോസ്പോർട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഓൾ ന്യൂ ഫോർഡ് ഇക്കോസ്പോർട്ട് എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഓൾറെഡി ആ ഒരു വാഹനം ഇന്ത്യയിൽ നിന്നും ഔട്ടായി കഴിഞ്ഞു. ഫോർഡ് തിരിച്ചു വരുന്നുണ്ട്, 2025 തിരിച്ചു വരുന്നുണ്ട്. ഫോർഡ് റേഞ്ചർ, അതുമാത്രമല്ല മാക് ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് കാറ്, അതുമാത്രമല്ല ഫോർഡ് എൻഡവർ തിരിച്ചു വരുന്നത് ഫോർഡ് എവറസ്റ്റ് എന്നുള്ള പേരിലാണ്. ആ ട്രേഡ് മാർക്ക് നെയിം അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വാഹനങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നത്. പക്ഷേ ഇക്കോസ്പോർട്ട് വരില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർഡിൻ്റെ ഇക്കോസ്പോർട്ടിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസമുണ്ട്. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. 2012 ഫോർഡ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഡൽഹി ഓട്ടോ എക്സ്പോയിൽ ഇത്തരത്തിലുള്ളൊരു കോമ്പാക്റ്റ് SUV അവതരിപ്പിച്ചത്. അതിൻ്റെ ഒരു കോൺസെപ്റ്റാണെന്ന് അവർ അവതരിപ്പിച്ചത്. 2013 ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തു. ബ്രസീലിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് ജനറേഷനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സെക്കൻഡ് ജനറേഷനാണ് ഇന്ത്യയിൽ വന്നത്. അത് കുറച്ചും കൂടെ ഒരു മികച്ച ഒരു വാഹനമാണ്. 2018 അതിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. തണ്ടർ എഡിഷൻ, സ്പോർട്ട് എഡിഷൻ, ടൈറ്റാനിയം പ്ലസ് എന്നുള്ള ഒരുപാട് വേരിയൻറ്റിൽ ഈ വാഹനം വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിന് ഇപ്പോഴുള്ള പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഇത്ര കാലം കഴിഞ്ഞിട്ടും ഇത്രമേൽ മികച്ച ഒരു വാഹനം ഈ ഒരു സെഗ്മെൻറ്റിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി ഞാൻ ഇല്ല എന്നേ പറയുകയുള്ളൂ. കാരണം ഇന്നിപ്പോൾ കുറേ വാഹനങ്ങൾ വരുന്നുണ്ട്, കുറേ ഫീച്ചറുകളുണ്ട്, കുറേ ഗിമ്മിക്കുകളുണ്ട്, ആവശ്യമില്ലാത്ത ഫാൻസി ഫീച്ചേഴ്സൊക്കെ പല വാഹനങ്ങളിലും ഉണ്ട്. എന്നാൽ പോലും അന്ന് ഈ ഒരു വാഹനം ഇറങ്ങിയ സമയത്ത് എന്താണോ ഒരാൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ഡ്രൈവർക്ക്, ഒരു പാസഞ്ചറിന് ഒരു വാഹനം എന്നുള്ള രീതിക്ക് റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വാഹനത്തിന് എന്തൊക്കെയാണ് സ്പെസിഫൈ ആയിട്ട് അല്ലെങ്കിൽ എസെൻഷ്യലായിട്ട് വേണ്ടത്, ആ കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലുണ്ടായിരുന്നു. അതിലൊരു ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറങ്ങിയ കാലം മുതൽ തന്നെ ഈ ഒരു വാഹനത്തിന് SOS സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയോ എയർ ബാഗ് പുറത്തേക്ക് വരികയോ അല്ലെങ്കിൽ ഫ്യൂൽ സ്വിച്ച് കട്ട് ഓഫ് ആവുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു SOS മെസ്സേജ് പോകുന്ന ആ ഒരു ടെക്നോളജിയൊക്കെ അന്ന് തന്നെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, നമ്മൾ ഡോർ ഹാൻഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് സെൻസർ കീ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മൾ ആ ഒരു ഡോർ ഹാൻഡിലേക്ക് കൈ ഇങ്ങനെ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ ആ ഒരു ഡോർ അൺലോക്ക് ആകുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല വിങ് മിറേഴ്സാണ്. ഈ വിങ് മിറേഴ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്റ്റേബിളാണ്. അതായത് കുറച്ചും കൂടെ ബിൽഡ് ക്വാളിറ്റി
ഉള്ള വാഹനങ്ങളുടെ ഒരു ലക്ഷണവും കുറച്ചും കൂടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജും ഒക്കെയാണ്. എയറോഡൈനാമിക് പ്രപ്പോർഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിക്കുള്ളൊരു ഡിസൈനാണ് ഈ ഒരു വിങ് മിറർ എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മൾ അകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും ഡ്രൈവറുടെ സൈഡിൽ മാത്രമല്ല ഡ്രൈവറുടെ സൈഡിലും ഈ സെൻറ്റർ ലോക്ക് അൺലോക്കിംഗ് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർഡ് അത് കളയാത്തതാണ്. കാരണം ഇന്ത്യയിൽ നിന്നും ഒരുപാട് വാഹനങ്ങൾ ഇക്കോസ്പോർട്ട് വാഹനങ്ങൾ നിർമ്മിച്ച് വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രൈവർ സീറ്റിലും നമുക്കറിയാം ലെഫ്റ്റ് സൈഡ് ഡ്രൈവിംഗ് വരുമ്പോൾ എന്തായാലും ലെഫ്റ്റ് സൈഡിലെ ഡോറിലും ഇത്തരത്തിലുള്ള കീയും കാര്യങ്ങളൊക്കെ വേണം. ആ സ്വിച്ചുകളൊക്കെ നിലനിർത്തി എന്നുള്ളതാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡ് ക്വാളിറ്റിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ. സോളിഡ് ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. മാത്രമല്ല 200 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിനുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇതിൻ്റെ ഒരു ടയർ പ്രൊഫൈലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 205/50 R17 ആണ് ഇതിൻ്റെ ഒരു ടയേഴ്സ് എന്ന് പറയുന്നത്. വളരെ ചങ്കി ആയിട്ടുള്ള ടയേഴ്സാണ്, നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. SUV ആണ്, 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനമാണ്. കോർണറൊക്കെ എടുക്കുമ്പോൾ ചെറിയൊരു ബോഡി റോൾ ഉണ്ട്. ബോഡി റോൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണ്. കാരണം SUVയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി റോൾ ഉണ്ട് എന്ന് തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗ്ലോബലി ഉള്ള ഫോർഡ് ഫിയസ്റ്റയിലുള്ള ആ ഒരു പ്ലാറ്റ്ഫോം, അതായത് B3 പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. ടെയിൽ മൗണ്ടഡ് ആയിട്ടുള്ള സ്പെയർ വീലുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ പല വാഹന നിർമ്മാതാക്കളും സ്പെയർ വീലിൻ്റെ സൈസ് ഇന്നും അങ്ങനെ തന്നെയാണ്, ഒരു സൈസ് കുറച്ചായിരിക്കും കൊടുക്കുന്നത്. അന്നും ഫോർഡ് എത്രയാണോ ടയറുകളുടെ പ്രൊഫൈല് അതേ സെയിം പ്രൊഫൈലും സൈസും തന്നെയാണ് സ്പെയർ വീലിനും കൊടുത്തിട്ടുള്ളത്. ടച്ച് സെൻസർ ഡോർ ഹാൻഡിൽ ഉണ്ടായിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫോർഡ് പാസ് എന്ന് പറഞ്ഞൊരു ആപ്പും അതുപോലെ തന്നെ സിങ്ക് 3 എന്ന് പറയുന്ന ടെക്നോളജിയൊക്കെ അവരുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലുണ്ടായിരുന്നു. മികച്ച ഒരു ക്യാബിൻ സ്പേസ് ഈ ഒരു വാഹനത്തിനുണ്ടായിരുന്നു. ബാക്കിലെ സീറ്റ് നോക്കുമ്പോൾ കുറച്ചൊരു നമ്മളിപ്പം അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഫോർഡ് എക്കോസ്പോർട്ടിന് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടിരുന്നത്. ബാക്ക് സീറ്റ് കുറച്ച് സ്പേഷ്യസ് അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നല്ല കംഫർട്ടബിൾ ഉള്ള ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ റാറ്റ്ലിംഗ് നോയ്സോ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രമേൽ ഫിനിഷാണ്. ഒരു ഗ്ലോബൽ എന്താ പറയുന്ന ഒരു USA അല്ലെങ്കിൽ ഒരു അമേരിക്കൻ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു വാഹനത്തിൽ കറക്റ്റായിട്ട് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഇതിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് അല്ല, ഇലക്ട്രിക് സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിറ്റിയിൽ ഓടിക്കുമ്പോഴത്തേക്കും കുറച്ച് ലൈറ്റ് ആയിരിക്കും. പക്ഷേ ഹൈവേസിലൊക്കെ നല്ല രീതിക്ക് ക്രൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ച് സ്റ്റിഫായിട്ട് തോന്നും. അതൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്, ഒരു സേഫ്റ്റി സൈഡായിട്ട് നമുക്ക് എടുക്കാം. അത് മാത്രമല്ല ഈ വാഹനത്തെ നമ്മൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ബിൽഡ് ക്വാളിറ്റി, രണ്ടാമത് വാഹനം എത്ര പഴകിയാലും നമ്മൾ അവിഞ്ഞു പോവുക എന്ന് മലയാളത്തിൽ പറയും. വണ്ടി അവിയത്തില്ല, അത്രമേൽ മികച്ച ഒരു വാഹനമാണ്. അതിൻ്റെ എഞ്ചിനെ കുറിച്ചൊന്നും പറയാനില്ല, വളരെ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു എഞ്ചിനാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.5 ഡീസൽ എഞ്ചിനുണ്ട്. അത് 100 PS പവറും 205 Nm ടോർക്കുമാണ്. മാനുവൽ ട്രാൻസ്മിഷൻ 5 സ്പീഡാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അത് മാത്രമല്ല ഇക്കോ ബൂസ്റ്റ് എന്ന് പറഞ്ഞ മറ്റൊരു എഞ്ചിനുണ്ട്. അത് പെട്രോൾ എഞ്ചിനാണ്. അത് 1 ലിറ്റർ എഞ്ചിനാണ്. 123 PS പവറും 170 Nm ടോർക്കുമുണ്ട്. അതിനകത്ത് 6 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നുണ്ട്. അത് മാത്രമല്ല 1.5ൻ്റെ ഡ്രാഗൺ സീരീസ് 3 സിലിണ്ടർ എഞ്ചിനും വന്നിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 150 Nm ടോർക്ക് മാത്രമാണ് അതിനകത്തുള്ളത്. അത് കുറഞ്ഞ ഒരു ടോർക്ക് എന്ന് പറയാൻ കഴിയില്ല. പെട്രോൾ എഞ്ചിനാണ്. 120 PS പവറും അവിടെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരു സമയത്ത് ഇറങ്ങിയ ഇക്കോസ്പോർട്ട് എന്ന് പറയുന്നത് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. എന്നാൽ 2021 കൂടി ഫോർഡ് ഇന്ത്യ വിട്ട് പോകുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് തന്നെ ചെന്നൈയിലെ ഇക്കോസ്പോർട്ടിൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡൽ തലങ്ങും വിലങ്ങും ഒക്കെ ഓടിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അത് ബ്രസീലിലെ മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ടാണ് ഇനിയിപ്പം ഫോർഡ് ടാർഗറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇക്കോസ്പോർട്ട് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ദ ബെസ്റ്റ്, ഇപ്പോഴും ദ ബെസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ നിലനിർത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനം ഇന്ത്യയിൽ നിന്നും ഡിസ്കണ്ടിന്യൂ ആയിട്ട് പോലും ഇത്രത്തോളം പ്രചാരം ഈ ഒരു വാഹനത്തിനുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇക്കോസ്പോർട്ട് ഓൺ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒരു പ്രൗഡ് ഓണർ ആയിരിക്കും. ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.